3 മണിക്ക് എണീറ്റാണ് 4 മണിക്കുള്ള കങ്കുവ ഷോ കാണാൻ വേണ്ടിയിട്ട് പോയത്. അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് റിവ്യൂ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. ആ ക്ഷീണവുമായിട്ട് യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് കാണാൻ വേണ്ടി ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിരുന്ന വീഡിയോയിലേക്ക് ഞാൻ എത്തപ്പെടുന്നു. ബാക്കി വന്നവർ, ദി ലെഫ്റ്റ് ഓവേഴ്സ് എന്ന് പറയുന്ന സിനിമയാണ് പ്രസ്തുത വീഡിയോ. ഇതുവരെ യൂട്യൂബിൽ വെറും 37,000 ആളുകൾ മാത്രം കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ ഒരു അഭിപ്രായം, സിനിമ കണ്ടതിന് ശേഷമുള്ള ഒപ്പീനിയൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ഒരു 1 മില്യൺ എങ്കിലും മിനിമം അടിക്കേണ്ട ഒരു സിനിമയാണത്. അത്രമേൽ ഗംഭീരമായിട്ട് അവർ ആ സിനിമ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സിനിമാ സ്നേഹി എന്നുള്ള നിലയിൽ ഇന്നത്തെ എൻ്റെ ദിവസം വളരെ ബ്യൂട്ടിഫുള്ളാണ്, ബ്രൈറ്റാണ്. അമൽ പ്രസി സംവിധാനം ചെയ്തിട്ടുള്ള, അമൽ പ്രസിയും സൽമാനുൽ ഫാരിസും കൂടി ചേർന്ന് തിരക്കഥ ഒരുക്കിയിട്ടുള്ള ഈ സൽമാനുൽ ആണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ കൂടി അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതായത് ഒരു കഥാപാത്രം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് അതിനെ ഏറ്റവും ഗംഭീരമായി പ്രകടിപ്പിക്കാനും കഴിയുന്നത് ഒരു പക്ഷേ അത് എഴുതിയുണ്ടാക്കിയിട്ടുള്ള ആൾക്കായിരിക്കും. അതിൻ്റെ ഒരു ക്വാളിറ്റി ആ പെർഫോമൻസിൽ കാണാനുണ്ട്. ഈ സിനിമ എന്ന് പറയുമ്പോഴേ 2 തരത്തിലാണ്. ഒന്ന്, പ്രേക്ഷകൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഡെലിവർ ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടിയാണ്. അതായത് പല ആൾക്കാരും പറയില്ല, എനിക്ക് തമാശയൊക്കെ കണ്ട് വെറുതെ പൊട്ടിച്ചിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ആക്ഷൻ കണ്ടുകൊണ്ടിരിക്കണം, എനിക്കൊരു മാസ് മസാല പരിപാടി കണ്ടാൽ എനിക്കിങ്ങനെ സീരിയസ് ആയിട്ടൊന്നും ചിന്തിക്കാൻ വയ്യ എന്ന് പറയുന്ന ഓഡിയൻസ്, അവർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന സിനിമകളുണ്ട്. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, ഈ ഫിലിം മേക്കർ എന്ന് പറയുന്ന ആളില്ലേ, അയാളുടെ തല ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വേൾഡിലേക്ക്, കുറേ ഇമോഷൻസിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുവന്നെത്തിച്ച് അത് അനുഭവപ്പെടുത്തുന്ന ഒരു മാജിക്കൽ പരിപാടിയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ് ബാക്കി വന്നവർ. ഇതിൻ്റെ ഒന്നാമത്തെ പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഇമോഷൻസ്, അല്ലെങ്കിൽ ഇതിലെ ഫീലിങ്സ് എന്ന് ഞാൻ പറയും. സിനിമയോട് ഏറ്റവും അധികം നീതി പുലർത്തുന്ന ഒരു പേരാണ് അവർ ഈ സിനിമയ്ക്ക് ഇട്ടിട്ടുള്ളത്, ബാക്കി വന്നവർ. അതായത് വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോയതിന് ശേഷം കുറച്ച് ആളുകൾക്ക് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഒരു ജോലി കിട്ടും, കുറച്ച് ആളുകൾക്ക് ഒരു ബിസിനസ് തുടങ്ങാനുള്ള മൂലധനം കുടുംബത്തിലുണ്ടാവുമായിരിക്കും. ചില ആളുകൾക്ക് വിദേശത്ത് പോകണം. ഈ വിദേശത്ത് പോകാമെന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള പരിപാടിയൊന്നുമല്ല, അതിനും കുറച്ച് പൈസ വേണം. ചിലപ്പോൾ ലോൺ എടുക്കേണ്ടി വരും, ബന്ധുക്കൾ സഹായിക്കേണ്ടി വരും, അല്ലെങ്കിൽ പണയം വെക്കാൻ എന്തെങ്കിലും ഉണ്ടാവണം. ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞ മൂലധനം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ്. ചില ആളുകൾക്ക് സർക്കാർ ജോലി കിട്ടി അങ്ങ് കിട്ടും. പിന്നെ കുറച്ച് ആളുകൾ പ്രൈവറ്റ് കമ്പനികൾ അവരുടെ ഒരു മിടുക്കൊക്കെ വെച്ചുകൊണ്ട് കയറി പറ്റും. അങ്ങനെ മികച്ചത് എന്ന് നമ്മുടെ സമൂഹം അടയാളപ്പെടുത്തിയിട്ടുള്ള മേഖലകളിൽ എത്തിപ്പെടുന്നവരല്ലാതെ വരുന്ന കുറച്ച് ആളുകളാണ്. ലൈഫ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ, അവരുടെ കഥയാണ് ബാക്കി വന്നവർ പറയുന്നത്. ഇതിലെ കേന്ദ്ര കഥാപാത്രം പുള്ളി PSC ലിസ്റ്റിലുണ്ട്, പക്ഷേ ആ ലിസ്റ്റിൻ്റെ കാര്യം തഥേവയായിട്ടിരിക്കുകയാണ്. പ്രൈവറ്റ് കമ്പനിയിൽ കയറുമ്പോൾ അവിടെ അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നു. പിന്നെ ഉണ്ണാനും ഉറങ്ങാനും പോലും നേരെ സമയം കിട്ടാത്ത ഒരാൾ, നല്ല ടിപ്പ് ടോപ്പായിട്ട് വേഷം ധരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന, ഇൻ്റർവ്യൂ എടുക്കുന്ന മാനേജർ, അങ്ങനെയൊക്കെയുള്ള കുറേ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. അയാളൊരു ഓൺലൈൻ ഫുഡ് ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അയാൾക്കൊപ്പം അയാളുടെ കോഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുള്ള മറ്റ് സുഹൃത്തുക്കളെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ലൈഫുള്ളൊരു പരിപാടിയാട്ടോ. ആൻഡ് ഇയാൾ കടന്നു പോകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ അംഗീകാരമില്ലായ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഓൺലൈൻ ഫുഡ് ഡെലിവറി രംഗത്ത് ജോലി ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക് അവരോടൊരു അവജ്ഞയും പുച്ഛവും ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുക. ശരിക്കും ഈ സിനിമ ആരംഭിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ നിന്നാണ്. ആ ഇൻ്റർവ്യൂവിൽ ഈ ഇപ്പുറത്തെ സൈഡിലിരിക്കുന്ന ആൾ, അതായത് നമ്മുടെ നായകൻ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങൾ എന്നൊക്കെ പറയില്ലേ, അത് ശരിക്കും ഫീൽ ചെയ്യുന്ന പോലെയായിരുന്നു. അതായത് ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ ചെന്നിരുന്ന് പെട്ടുപോകാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ എൻറ്റയർ സീൻ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത്രയും ഗംഭീരമായിട്ട് അവർ എഴുതിയുണ്ടാക്കിയിട്ടുള്ള ആ 2 പെർഫോമേഴ്സ് തകർത്തിട്ടുണ്ടോ അവർ. ആ സീൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. ഞാൻ അതിനോട് സിമിലർ ആയിട്ടുള്ള സാഹചര്യങ്ങൾ കടന്നു പോയിട്ടുള്ളത് കൂടി കൊണ്ടായിരിക്കും എനിക്കത് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. ആൻഡ് അതിന് ശേഷം ഈ ഡ്രസ്സൊക്കെ നന്നായി ഇടണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഈ ഡ്രസ്സ് മാറ്റി വെക്കുന്ന ഒരു ഷോട്ടുണ്ട്. അവിടെ ഉണ്ട്, എടോ ഈ പ്രാരാബ്ദത്തിൻ്റെ ഓട്ടത്തിൻ്റെ ഇടയിൽ ഒരു ജോലി കിട്ടിയിട്ട് വേണം നന്നായി ജീവിക്കുക എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഈ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ പളവള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരാൻ പറ്റുമോ? അത് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ പറയും ഇൻ്റർവ്യൂ ബോർഡിനെ അങ്ങ് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കുറേ കാര്യങ്ങളൊക്കെ മാറേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു പക്ഷം. അതിനുശേഷം ഇവർ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു ഭാഷയൊക്കെ ഉണ്ട്. ഞാൻ ഇതിലെ കോൺവെർസേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ജോലിയും സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് സാധാരണ നമ്മൾ സുഹൃത്തുക്കൾക്കിടയിൽ സംസാരിക്കില്ലേ, ജോലി ആയിട്ടില്ലാത്ത 1-2 സുഹൃത്തുക്കൾ, കുറേ ട്രൈ ചെയ്തിട്ട് ഒന്നും നടക്കാത്ത സുഹൃത്തുക്കൾ തമ്മിലുള്ള സാധാരണ കോൺവെർസേഷൻസ് ഇല്ലേ, അതാണ് സിനിമയിൽ നമ്മൾ കാണുന്നത്. പക്ഷേ അത് ഭയങ്കര ഡിബേറ്റാണ്, അത് ഭയങ്കര രസമാണ്. നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. 2 കൂട്ടുകാർ കൂടി കുറേ നേരം ഇങ്ങനെ തർക്കിച്ച് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അതൊരു അടിപൊളി പരിപാടിയായിരുന്നു. അത് വളരെ ഒറിജിനലായിരുന്നു. വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു കഥ പറച്ചിലിൽ ഇത്രയും ഒറിജിനലായിട്ടുള്ള കോൺവെർസേഷൻസ് വരുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ മ്യൂസിക്, അല്ലെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ സൗണ്ട് പരിപാടി. ഞാൻ പറയും, നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻ്റർവ്യൂ സെഷൻ ഒരു റൂമിൻ്റെ അകത്താണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ആംബിയൻസിൽ തന്നെയാണ് ആ സൗണ്ട് നമ്മൾ കേൾക്കുന്നത്. ഹെഡ്ഫോൺ വെച്ചിട്ട് കേൾക്കുക കേട്ടോ.
ആ ഒരു ഒറിജിനാലിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക്, പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഈ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നൊരു സൗണ്ടിനെയൊക്കെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്ന ഒരു അലേർട്ട്നെസ് ഉണ്ട് ആ സീനിനും. അതിലത്തെ ഇമോഷനും പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അതൊക്കെ ഭയങ്കര ബ്രില്യൻറ്റ് പരിപാടികളാണ്. ഫൈസൽ റാസിയാണ് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. പൂമരത്തിലെ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾ. മച്ചാൻ ഇതിൻ്റെ അത് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇതിലെ പെർഫോമേഴ്സ്, സിൻസിയർ ആയിട്ടുള്ള ഇമോഷൻസ് കൺവേ ചെയ്യാനുള്ള ശ്രമം, ഒറിജിനൽ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആൻഡ് ഏറ്റവും ഓണസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ്. അതായത് ഇതിങ്ങനെയാണല്ലോ, നമുക്ക് ഇങ്ങനെയും കുറച്ച് കയ്യിൽ നിന്നിടാം, ഇടയിൽ കൂടി കയറ്റിയിടാം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. വളരെ ക്ലീനായിട്ട് റിയൽ ലൈഫിലൂടെ കടന്നു പോകുന്ന സംഭവങ്ങളാണ്. ഈ സ്ഥിരമായിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ അവകാശമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്, തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം സിനിമകൾക്ക് സത്യത്തിൽ തിയേറ്റർ അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രേക്ഷകനെ അർഹിക്കുന്നില്ല എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഇവർ അതിൻ്റെ അവസാനം പറയുന്ന ഡയലോഗുകളും റിവ്യൂ വീഡിയോ വന്നു കഴിയുമ്പോൾ നടത്തുന്ന പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ സിനിമ കണ്ടതിനേക്കാൾ കൂടുതൽ പുച്ഛം അനുഭവപ്പെടാറുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള സിനിമകൾക്ക് തിയേറ്റർ കിട്ടുന്നു, അത് കാണാൻ വേണ്ടി പ്രേക്ഷകർ സ്വയം വിഡ്ഢികളായി ടിക്കറ്റ് എടുത്ത് തിയേറ്ററിലേക്ക് പോകുന്നു. അപ്പോഴാണ് ഇതുപോലെയുള്ള കുഞ്ഞു സിനിമകൾ, ഈ സിനിമയിൽ ഈ നായക കഥാപാത്രം ചെയ്തത് ഫഹദ് ഫാസിലും ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തത് ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്ന രാജീവ് രവിയും ആയിരുന്നെങ്കിൽ ഇത് വേറെ ലെവലിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടനെ. കാര്യം ഇത് അങ്ങനത്തെ ഒരു സിനിമയാണ്, അത്രയും ഒറിജിനൽ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. പക്ഷേ എന്ത് ചെയ്യാം, ഇവരൊക്കെ പുതുമുഖങ്ങളായിപ്പോയില്ലേ. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, യൂട്യൂബിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഈ സിനിമ ഒരു വട്ടം കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചോ, ഒറ്റ കാര്യമുള്ളൂ. മറ്റേ സെലിബ്രേഷൻ, അടി ഇടി, മാസ് മസാല, ഇനി അടുത്ത കാലത്ത് വരുന്ന പല സിനിമകളിലെയും ചില തള്ള് സീക്വൻസുകൾ, ഇതൊന്നുമില്ലാത്ത വളരെ ക്ലീൻ ആയിട്ടുള്ള എൻ്റെയും നിൻ്റെയും ഒക്കെ ജീവിതം പറയുന്ന എന്ന് എനിക്ക് ഫീൽ ചെയ്ത, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകളുടെ ഒക്കെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു കഥ പറച്ചിൽ നടന്നിട്ടുള്ള സിനിമയാണ് ബാക്കി വന്നവർ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.